നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 55ാമത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനം പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ തുടരെ ഈ മൂന്നാം വർഷവും കപ്പ് മറ്റാരുമല്ല മമ്മൂട്ടി തന്നെ തൂക്കിയിരിക്കുന്നു. മികച്ച നടനുള്ള പുരസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടി കരസ്ഥമാക്കി. ഇതുപോലെ 8ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനായി മാറുന്നത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷംല ഹംസയാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം നൽകിയിരിക്കുന്നത്. IFKയിലടക്കം നിരവധി അവാർഡുകൾ, പുരസ്കാരങ്ങൾ തൂത്തുവാരിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയും നേടിയിട്ടുണ്ട്. മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് ടൊവിനോ തോമസും ആസിഫ് അലിയുമാണ് അർഹരായിട്ടുള്ളത്. ടൊവിനോ തോമസ് ARMലെ അഭിനയത്തിനും അതുപോലെ ആസിഫ് അലി ലെവൽ ക്രോസിലെ അഭിനയത്തിനുമാണ് അർഹരായിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും മികച്ച നടനാവാനായി മത്സരരംഗത്ത് ആദ്യം മുതൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു. ഏവരും വലിയ പ്രതീക്ഷയായിരുന്നു മമ്മൂട്ടിക്കായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി യാതൊരുവിധ സാമ്യവുമില്ലാത്ത ഒരു വ്യത്യസ്ത റോളിൽ തന്നെയായിരുന്നു കൊടുമൺ പോറ്റിയായി എത്തിയത്. അതുപോലെ ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിലൂടെ ആസിഫ് അലിയും കടുത്ത മത്സരം മമ്മൂട്ടിക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കപ്പനും ചുണ്ടിനുമിടയിൽ തന്നെയാണ് ഈ പുരസ്കാരം ആസിഫ് അലിക്കും നഷ്ടമായിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ഗായകനായി ഹരിശങ്കറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ARMലെ പാട്ടിനാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിരവധി പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന് സ്വന്തമായിട്ടുണ്ട്. ഒപ്പം മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചിദംബരമാണ് നേടിയിട്ടുള്ളത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തന്നെയാണ് ചിദംബരത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് മികച്ച ചിത്രമായി നിൽക്കുന്നത്. മികച്ച കലാമൂല്യമുള്ള ചിത്രമായി പ്രേമലുവും മാറിയിട്ടുണ്ട്. നവാഗത സംവിധായകനായി ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകനായിട്ടുള്ള ഫാസിൽ മുഹമ്മദിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി സയനോര ഫിലിപ്പാണ്. ബ്രൗസിലെ ഡബ്ബിങ്ങിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമെന്നത് CS മീനാക്ഷിയുടെ പെൺപാട്ട് താരകൾ എന്നതിനാണ്. മികച്ച ചലച്ചിത്ര ലേഖനം ഡോക്ടർ വത്സലൻ വാദശ്ശേരിയാണ്. മറയുന്ന 4 കെട്ടുകൾ എന്നതാണ് ചിത്രം. പ്രത്യേക പുരസ്കാരം പാരഡൈസിന് കിട്ടിയിട്ടുണ്ട്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗം കാറ്റഗറിയിൽ പായൽ കപാടിയുടെ പ്രഭയായി നനച്ചതെല്ലാം എന്നുള്ള ചിത്രത്തിനാണ്. മികച്ച മേക്കപ്പ് മാൻ റോണക് സേവ്യറാണ്. തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷനായിട്ടുള്ള തമിഴ്നടൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തിരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിലേക്ക് വന്നത്. ജൂറി സ്ക്രീനിംഗ് 2 ദിവസം മുൻപ് തന്നെ പൂർത്തീകരിച്ചിരുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലെ വിമുക്ത ഭടനായി അപ്പുപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിജയരാഘവൻ, ആവേശത്തിലെ രംഗണനായി വന്ന ഭഗത് ഫാസിൽ, ARM എന്ന ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടൊവിനോ തോമസ് എന്നിവരും ജൂറിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടായിരുന്നു. നടൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ ജൂറിയായിരുന്നു ഈ പുരസ്കാര നിർണയം നടത്തിയത്. 200 കോടി ക്ലബിൽ കയറി മുന്നേറിയ മഞ്ഞുമൽ ബോയ്സ്, ഫഹദിന്റെ ആവേശം, ജോജു ജോർജിന്റെ പണി, മലൈക്കോട്ടെ വാലിബൻ, കാൻ ചലച്ചിത്രമേളയിൽ മികവ് കാട്ടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ്, പ്രേമലു, മാർക്കോ, IFKയിൽ 2 പുരസ്കാരങ്ങൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ, ശിവരഞ്ജിനിയുടെ വിക്ടോറിയ, ത്രിമാന ചിത്രങ്ങളായിട്ടുള്ള ARM, ബറോസ് എന്നിങ്ങനെ കാഴ്ച വൈപുല്യമാണ് ഇത്തവണത്തെ ജൂറിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നിരവധി ചിത്രങ്ങൾ, ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു പരിശ്രമം തന്നെയായിരുന്നു എന്ന കാര്യം സംശയമൊന്നും തന്നെയില്ല. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ പ്രഭയുടെ വേഷമിട്ട കനി കുസൃതി, അതുപോലെ അനുവിനെ അവതരിപ്പിച്ച ദിവ്യപ്രഭ, രേഖാചിത്രത്തിലെ രേഖാ പത്രോസായി അഭിനയിച്ച അനശ്വര രാജൻ, ബോഗൻവില്ലയിലെ റീതു എന്ന എസ്തർ മാനുവലായി മാറിയ ജ്യോതിർമയി, ARMലെ മണിയന്റെ ഭാര്യയും അജയന്റെ മുത്തശ്ശിയുമായി വന്ന മാണിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമയിലെ ഷംല ഹംസ എന്നിവരൊക്കെ തന്നെ മികച്ച നടിമാരുടെ പട്ടികയിൽ മത്സരിച്ചവരായിരുന്നു. സൂക്ഷ്മദർശിനിയിലെ പ്രിയദർശിനിയെ അവതരിപ്പിച്ച നസ്രിയ നസീമും അന്തിമ റൗണ്ടിൽ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ കണ്ടതും കാണാത്തതുമായിട്ടുള്ള 128 ചിത്രങ്ങളായിരുന്നു മത്സരത്തിനെത്തിയത്. അങ്ങനെ ഇതിൽ 30% ചിത്രങ്ങളായിരുന്നു പ്രാഥമിക ജൂറിയുടെ പരിഗണനയ്ക്ക് ശേഷം അന്തിമ ജൂറിയിലേക്ക് എത്തിച്ചേർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.